നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. വീണ്ടും ഭീകരാക്രമണം. കശ്മീരിലെ ബന്ദിപ്പോരയിൽ വീണ്ടും പാക് ഭീകരാക്രമണം. CRPF ക്യാമ്പിലേക്ക് ചാവേറുകളായി എത്തിയ 4 ഭീകരരെ സൈന്യം വെടിവെച്ചു കൊന്നു. ക്യാമ്പ് തകർക്കാനുള്ള ശ്രമം നിഷ്ഫലമാക്കിയതായി സൈനിക വക്താവ്. മേഖലയിൽ കൂടുതൽ ഭീകരർക്കായി തിരച്ചിൽ തുടരുന്നു. ബന്ദിപ്പോരയിലെ സംബാലിൽ CRPF 45-ാം ബറ്റാലിയനു നേരെ ചാവേർ ആക്രമണ ശ്രമം നടന്നത് പുലർച്ചെ 4 മണിയോടെ. സെൻട്രി പോസ്റ്റിനു നേരെ വെടിയുതിർത്ത ഭീകരർ ക്യാമ്പിലേക്ക് കടന്നുകയറി സ്ഫോടനത്തിന് ശ്രമിക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കകം ഭീകരർ സൈന്യത്തിന്റെ തോക്കിനിരയായി. കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്ന് AK-47 തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെടുത്തതായി സൈന്യത്തിന്റെ വിശദീകരണം. കുൽഗാം, പൂഞ്ച് മേഖലകളിൽ പാക് സൈന്യം തുടർച്ചയായി വെടിനിർത്തൽ ലംഘനം നടത്തുന്നതിനിടെയാണ് ബന്ദിപ്പോരയിലെ പാക് ഭീകരാക്രമണ ശ്രമം. അതിനിടെ കശ്മീരിൽ വിഘടനവാദികൾ നടത്താനിരുന്ന ഇന്ത്യ വിരുദ്ധ യോഗം തടഞ്ഞ് പോലീസ് നീക്കം. വിഘടനവാദികൾ ഒത്തുകൂടാനിരുന്നത് ഹുറിയത്ത് നേതാവ് സയ്യിദ് അലി ഷാ ഗിലാനിയുടെ വസതിയിൽ. ഗിലാനിയുടെ വീട്ടിലേക്കുള്ള പ്രവേശന മാർഗം തടഞ്ഞും പോലീസ് മുൻകരുതൽ. ശാസനയ്ക്ക് ശേഷം അമിത്ഷായുടെ സന്ദർശനം നൽകിയ ഞെട്ടൽ മാറാതെ BJP സംസ്ഥാന നേതൃത്വം. 3 ദിവസത്തെ സന്ദർശനത്തിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ നേതാക്കൾക്ക് നൽകിയത് ശക്തമായ താക്കീത്. അവസരങ്ങൾ മുതലെടുത്ത് പാർട്ടിയെ ശക്തമാക്കിയില്ലെങ്കിൽ സംസ്ഥാന ഘടകത്തെ തടയുമെന്ന് ഷായുടെ മുന്നറിയിപ്പ്. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ 3 മാസം കൂടുമ്പോൾ കേരളം സന്ദർശിക്കുമെന്ന് അമിത്ഷാ. പ്രസംഗവും സ്വീകരണവും കൊണ്ട് കാര്യമില്ലെന്നും തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നിർദ്ദേശം. അടുത്ത വരവ് തന്റെ ജന്മദിനത്തിനെന്നും അന്നെങ്കിലും തന്നെ കൊണ്ട് ചീത്ത പറയിക്കരുതെന്നും ഷാ. ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ്. ബ്രിട്ടനിൽ 7 പേരുടെ മരണത്തിനിടയാക്കിയ ലണ്ടൻ ബ്രിഡ്ജ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തത് 12 പേരെ. അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും കൂടുതൽ പേർ ഇന്ന് അറസ്റ്റിലാകുമെന്നാണ് പ്രതീക്ഷയെന്നും ലണ്ടൻ പോലീസ്. അതേസമയം വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കില്ലെന്ന് പ്രധാനമന്ത്രി തെരേസ മേ. രാജ്യത്തെ ഭീകരവിരുദ്ധ നയം പുനരവലോകനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അറസ്റ്റിലായവർക്ക് ഭീകരാക്രമണത്തിൽ പങ്കുള്ളതായി സ്ഥിരീകരിച്ചെന്നും തെരേസ മേ. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് കനത്ത സുരക്ഷ. കഴിഞ്ഞ 3 മാസത്തിനിടെ ലണ്ടൻ നഗരം ഇന്നലെ സാക്ഷ്യം വഹിച്ചത് 3ാമത്തെ ഭീകരാക്രമണത്തിന്. ലണ്ടൻ ബ്രിഡ്ജിലെ കാൽനടയാത്രക്കാർക്കിടയിലേക്ക് ഭീകരർ വാൻ ഓടിച്ചു കയറ്റുകയായിരുന്നു. മാഞ്ചസ്റ്ററിൽ 2 ആഴ്ച മുൻപ് പോപ്പ് ഗായിക അരിയാന ഗ്രാൻഡയുടെ സംഗീത പരിപാടിക്കിടെയുണ്ടായ ഭീകരാക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടിരുന്നു. കുതിച്ചുയരാൻ ഇന്ത്യ. ഇന്ത്യയുടെ സ്വപ്ന ബഹിരാകാശ വാഹനമായ GSLV Mark 3 ഇന്ന് കുതിച്ചുയരും. വാർത്താവിനിമയത്തിനുള്ള GSAT-19 ഉപഗ്രഹത്തെ വഹിക്കുന്ന പേടകത്തിന്റെ വിക്ഷേപണം വൈകിട്ട് 5:28 ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. 3 ഘട്ടങ്ങളായുള്ള വിക്ഷേപണം 16 മിനിറ്റ് 20 സെക്കൻഡിൽ പൂർത്തിയാകുമെന്ന് ISRO. GSLV Mark 3യിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഭൂസ്ഥിര ഭ്രമണപഥത്തിലെ സ്വയം പര്യാപ്തത. വാഹനത്തിന്റെ ആദ്യ പരീക്ഷണം 2014 ഡിസംബറിൽ നടന്നെങ്കിലും ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള പൂർണ്ണ പരീക്ഷണം ആദ്യം. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഭാവി പദ്ധതികൾ കൂടി ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യൻ ദൗത്യമാണ് Mark 3. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.